അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താ മഹര നല്ലൊരു കയ്യഴക് തന്നാളി പോയാണ് ഈ വന്നേക്കണത്. എന്തൊക്കെ കഴിക്കണങ്ങള് അതെ, നമ്മളിപ്പോ ഇവിടെ തൃശ്ശൂർ നാട്ടുകൂട്ടത്തിന്റെ ക്രിക്കറ്റ് ഇതിന്റെ ലോഞ്ചിങ് പരിപാടിയായിട്ട് വന്നേക്കാണല്ലോ. അതിന്റെ ജേഴ്സി ലോഞ്ചിങ് പരിപാടിയായിട്ട് വന്നേക്കാണ് ഇപ്പൊ ഇവിടെ. പിക്കിപ്പോ ഈ ക്രിക്കറ്റിലൊന്നും വലിയ വശമുള്ള ആളൊന്നല്ല ഞാൻ എന്റെ നാട് മലപ്പുറത്താണ്. അവിടെ ഫുട്ബോളിന്റെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇവിടെ ഫുട്ബോളിന്റെ ആൾക്കാരില്ല. അപ്പൊ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. വളരെ നന്നായി. ഞാൻ എന്റെ നാട് മലപ്പുറത്ത് കുറ്റിപ്പുറത്താന്നൊരു എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറയാം, കുറ്റിയുടെ പുറത്തെ വീട് വെച്ചേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം, കുറ്റിയുടെ പുറത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞ എന്റെ അടുത്ത് ആലപ്പുഴയിലാണ്. അതൊക്കെ നന്നായി. അപ്പൊ മോൻ പുഴേന്റെ വീട് വെച്ചേക്കണ ചോദിച്ചു ഞാൻ. ഈ നിലക്കാണ് നമ്മളിവിടുത്തെ ആൾക്കാരുടെ സ്ഥിതിഗതികൾ. അപ്പൊ അതെന്തിനാവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോളിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഞങ്ങളടുത്ത് പറയാം. നിങ്ങൾക്കൊക്കെ അതായിട്ട് ബന്ധമുണ്ടാവും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഞാനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ്, അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഫുട്ബോളിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള സാധനം എന്താ? വായു, കാറ്റ്. അതങ്ങോട്ട് പോയാൽ ഫുട്ബോളിന്റെ പണി തീർന്നു. അതേമാതിരി തന്നെ നമ്മുടെ സ്ഥിതി. കാറ്റ് അങ്ങോട്ട് പോയാൽ തീർന്നു, പിന്നെ ആരായിട്ടും കാര്യമൊന്നുമില്ല. അതേമാതിരി വേറൊരു കാര്യമുണ്ട്. ഈ ദുനിയാവുണ്ടല്ലോ, ഈ ഗ്രൗണ്ട്, ദുനിയാവ് എന്ന് പറഞ്ഞ ഈ ഗ്രൗണ്ടിലേക്ക് പന്തങ്ങൾ ഇട്ട് കൊടുത്താൽ പിന്നെ ആരൊക്കെയാണ് വന്ന് തട്ടണമെന്നൊരു പൊടുത്തമില്ല. നമ്മുടെ തന്നെ നാട്ടുകാരും തട്ടും, വീട്ടുകാരും തട്ടും, കുടുംബക്കാരും തട്ടുള്ള ആൾക്കാരൊക്കെ തട്ടി എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പുറത്തേക്ക് തട്ടി തെറിപ്പിച്ച് ഇതേമാതിരി പ്രവാസ ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു ഭയൻ ത്രോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കണ്ടെടുത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ ഇടക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടി തെറിപ്പിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വലയില പോയി വീണ അപ്പോഴും ആൾക്കാർ കൈയൊട്ടിച്ചിരിക്കും ഗോളാണെന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഗോൾ തന്നെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കി. അപ്പൊ സത്യത്തിന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമായിട്ട് വളരെ ബന്ധമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ക്രിക്കറ്റിന്റെ ഒരു കാര്യം പറഞ്ഞാല്, എനിക്ക് ഒരു 10-20 വയസ്സുള്ള സമയത്ത് ഞാൻ എന്റെ കൂടെ പഠിച്ച ഒരു ചങ്ങായി തന്നെയാണ് കല്യാണം കഴിച്ചത്. 36-20 തന്നെ. അങ്ങനെ ഞങ്ങളുടെ ഒരു 2020 അങ്ങനെ നടത്തി. ആ 2020 ഒറ്റ ബോറടിച്ച് ഒറ്റ പ്രസവത്തിന് 4 എണ്ണം. അതോടെ തന്നെ ഞാൻ അവിടുന്ന് ഔട്ടായി. അങ്ങനെ വന്ന് കൂടിയതാണ് പറയാം. ഇപ്പൊ ഒരു കണക്കിലൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ തൃശ്ശൂർ നമ്മുടെ കൂട്ടായ്മയുടെ കൂടെ ഒക്കെ സൈനിച്ച് ഇങ്ങനെ പോവുകയാണ്. അതൊക്കെയാണ് കോയയുടെ സ്ഥിതി. പിന്നെ ഇപ്പോ ഇവിടെ ഞാൻ വന്നത്, ഞാൻ നമ്മുടെ തൃശ്ശൂർ നാട്ടുകൂട്ടത്തിന്റെ അടുത്ത് ഒരു പാട്ട് പാടാനുള്ള അവസരം ചോദിച്ചിരുന്നു. ഞാൻ പാട്ടുകാരനായിട്ടൊന്നല്ല, ഒരു പാട്ട് പാടാനൊരു മോഹം. നമ്മുടെ പ്രവാസികൾ തന്നെ നമ്മളൊരു സപ്പോർട്ട് തരുന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പൊ നമ്മുടെ പഴയ ഒരു പാട്ടുണ്ട്, അതൊന്ന് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, തങ്ങളിന്റെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കോയ എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. കായലരികത്ത് എന്നുള്ള പാട്ടാണ് കേട്ടോ. അത് പാടാൻ ഞാൻ, നിങ്ങൾ കൈയടിച്ചാണ്. ഇതൊക്കെ സംവിധാനമൊക്കെ ചെയ്താൽ ഇവിടെ ആൾക്കാരിട്ട് കിട്ടോ. എന്റേത് അവരുടെ കയ്യില, എന്റെ കയ്യിലല്ല. പടച്ചോ കാത്ത കറക്റ്റ് മ്യൂസിക് വെച്ചാണ്. അതല്ലോ മ്യൂസിക് ശരിയല്ല, അത് വേറെ പാട്ടാണ് വന്നേക്കണത്. അതിന്റെ കരോക്ക എന്ന് പറഞ്ഞ സാധനല്ലേ, അതിടണം. പായലരികത്തി വലയറിഞ്ഞപ്പോ വളകിടുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കി ചേർക്കണേ. പായലരികത്തി വലയറിഞ്ഞപ്പോ വളകിടുക്കിയ സുന്ദരി പെണ്ണു കെട്ടി. ഞാനെന്റെ
കൊടുവിലി എന്റെ സങ്കുളപ്പുഴ നടുവിലാ കരുടിക്കണി വേറെയാണു വിചാരമെങ്കിലു നേരമായതു ചൊല്ലുവാൻ വെറുതെ എന്തിനെരിയും കയ്യിലത്ത് കയ്യിലു കുത്തി നടക്കണ് വലയതരികത്ത് വലയെറിഞ്ഞപ്പു വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ പടച്ചറക്ക ശ്വാസം മുട്ടിപ്പോടെ വീണ് ഒരു പരിചയമില്ലാത്തൊരു കരമൊക്കെ എനിക്ക് കിട്ടിയത് വളരെ സന്തോഷം കേട്ടോ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് ഫുൾ ടീമായിട്ട് നമ്മുടെ മറിമായ ടീമായിട്ടുള്ളൊരു ഷോ ആയിട്ട് ഞങ്ങൾ വരും എന്തായാലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു